نور على نور. العاشر الإعراض عن دين الله لا يتعلمه ولا يعمل به، والدليل قوله تعالى: ومن أظلم ممن ذكر بآيات ربه ثم أعرض عنها إنا من المجرمين منتقمون. പത്താമത്തെ കാര്യം, ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന പത്താമത്തെ കാര്യം, മൻ അഅറള അൽ ഇറാദു അൻ ദീനില്ലാഹ്, അള്ളാഹുവിന്റെ ദീനിൽ നിന്നും പിന്തിരിയൽ. അൽ ഇറാദ് പിന്തിരിയുക, വിട്ടുപോവുക. എങ്ങനെ വിട്ടുപോവുക? ലാ യതഅല്ലമുഹു വലാ യഅമലു ബിഹി, പഠിക്കുന്നുമില്ല പ്രവർത്തിക്കുന്നുമില്ല. അങ്ങനെ ദീൻ പഠിക്കാനേ താല്പര്യമില്ല, ദീനനുസരിച്ച് ജീവിക്കാനും താല്പര്യമില്ല. അങ്ങനെ ദീനിൽ നിന്നും വിട്ടുപോവുക. അൽ ഇറാദു അൻ ദീനില്ലാഹ്, അള്ളാഹുവിന്റെ ദീനിൽ നിന്നും പൂർണ്ണമായും വിട്ടുപോവുക. അത് കുഫ്റാണ്. ഈ വിട്ടുപോകുന്നതിന് കുഫ്റുൽ ഇറാദ് എന്നാണ് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പേരിട്ടുള്ളത്. കുഫ്റുൽ ഇറാദ്, പിന്തിരിയ, ദീൻ പഠിക്കാനേ താല്പര്യമില്ല. എങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കൂല, വെറുക്കൂല, ദീൻ പഠിക്കൂല, ദീനായിട്ട് താല്പര്യമില്ല, സൽക്കർമ്മം ചെയ്യണമെന്ന് താല്പര്യമില്ല, സത്യപ്പെടുത്തൂല്ല, കളവാക്കൂല്ല, ദീനിലേക്ക് തല എത്തി നോക്കേണ്ടിയില്ല. ഓൻ്റെ ദുനിയാവായി ജീവിച്ചങ്ങ് പോകും. ഓനക്ക് ഇഷ്ടമുള്ള ദീൻ പഠിക്കാൻ താല്പര്യമേ ഇല്ലാതെ പൂർണ്ണമായും ദീനിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളത് കുഫറാണ്. ദീൻ പഠിക്കാൻ താല്പര്യമില്ല, അള്ളാഹിനെ അറിയണമെന്നില്ല, റസൂലുള്ളാഹിയെ സ്നേഹിച്ചു പോലും ഇല്ല, പോലും ഒന്നുമില്ല, റസൂൽ പറഞ്ഞ് സത്യപ്പെടുത്തിയോ കളവാക്കിയോ ഒന്നും അവൻ്റെ ചിന്തയിൽപ്പെട്ടതേ അല്ല. ആ രീതിയിൽ പൂർണ്ണമായും ദീനിൽ നിന്നും വിട്ടു നിൽക്കുക, അതാണ് കുഫറുൽ ഇറാദ്. അത് കുഫറാണ്. അതേപോലെ തന്നെ പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യം, പഠിക്കാൻ താല്പര്യമില്ലാതെ മാറി നിൽക്കുക എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ്. ജഹ്ലു ഉദ്റാണ്, അറിവില്ലായ്മ ഉദ്റാണ്. എന്നാൽ പഠിക്കാതിരിക്കൽ ഉദ്റല്ല. പഠിക്കാതിരുന്നിട്ട് എനിക്കറിയില്ല എന്ന് പറയല് അത് തട്ടിപ്പാണ്, അത് ശരിയാകുകയില്ല. അങ്ങനെ പഠിക്കാതെ മാറി നിന്നാൽ അവൻ കുറ്റക്കാരനാകും. ഹറാമ് ചെയ്ത കുറ്റം അവൻക്ക് കിട്ടും. പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാൻ അവസരം ഉണ്ടായിട്ടും പഠിക്കാതിരുന്നിട്ട് ഞാൻ ജാഹിലാണ് എന്ന് പറയാം. ആ വിഷയത്തിൽ ദീന്റെ വിഷയത്തിൽ ജാഹില എന്ന് പറയാൻ ആർക്കും മടിയില്ല. നമുക്ക് ജാഹിലിങ്ങളെ നമുക്കറിയില്ല. ബാക്കി എല്ലാ വിഷയവും A to Z അറിയുകയും ചെയ്യും. ദീൻ അറിയില്ല. ദീൻ എന്താ അറിയാത്തത്? നമ്മള് ജാഹിലികളാണ്, നമുക്കൊന്നും അറിയില്ല. എന്താ പഠിക്കാത്തത്? സമയമില്ലാത്തതുകൊണ്ടാ. എന്തെല്ലാം പഠിച്ചു നീ? എത്ര പൈസ ചെലവാക്കി ദുനിയാവ് പഠിക്കാൻ വേണ്ടിയിട്ട്? അല്ല, എഞ്ചിനീയർ ആകാൻ, ഡോക്ടർ ആകാൻ, MBBS പഠിച്ചവരും എഞ്ചിനീയറിംഗ് പഠിച്ചവരും പോലുള്ള പലതും 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 പഠിച്ച് പൈസ ചെലവാക്കിയിട്ട് ദീൻ പഠിക്കാൻ മാറി പറയും നമ്മള് ജാഹിലാണ്. സമയമില്ലാത്തതുകൊണ്ടാണോ? അല്ല. അൽഹംദുലില്ലാ, നമ്മുടെ കൂട്ടത്തിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ഉണ്ട്. അവർ പഠനത്തിനിടയിൽ ദീൻ പഠിക്കാൻ സമയം കണ്ടെത്തുന്നവർ ഉള്ളവർ അനുഗ്രഹിക്കട്ടെ. ദീൻ പഠിക്കണം, അതിന് സമയം കണ്ടെത്തണം, കണ്ടെത്തിയേ പറ്റൂ. കാരണം നമ്മൾ ആഖിറാണ് ദീൻ, നമ്മുടെ ഖബറാണ് ദീൻ. അത് പഠിച്ചേ പറ്റും. അത് പഠിക്കാതിരുന്നിട്ട് അറിയില്ല എന്ന് പറയില്ല, ഉദറല്ല. അറിയാതിരിക്കല് വേറെ, പഠിക്കാതിരിക്കല് വേറെ. ഞാൻ ബിസിനസ്സുകാരനാണ്, ഭയങ്കര ബിസിയാണ്. ആരോടാ പറഞ്ഞ നിന്റെ ആഗ്രഹങ്ങൾ ഇട്ട് ബിസിയാകാൻ? എന്തിനീ ബിസി? ആഗ്രഹത്തിലേക്ക് ബിസിയാക്. ഭയങ്കര ഡീലിംഗ് ആണ്, ഭയങ്കര കസ്റ്റമർ ഉള്ള ആളാണ് ഞാൻ, ഭയങ്കര ഓട്ടത്തിന്റെ ആളാണ്, അതുകൊണ്ട് എനിക്ക് ക്ലാസ് കേൾക്കാൻ കഴിയുന്നില്ല, പഠിക്കാൻ കഴിയുന്നില്ല. നല്ല വർത്താനം. ആർക്ക് പോയി? പറഞ്ഞോ പോയി. അത്രേ ഉള്ളൂ. നീ നിന്റെ ബിസിനസിന് വേണ്ടി സമയം കണ്ടെത്തുന്നത് പോലെ നിന്റെ ദീനിന്, നിന്റെ ആഗ്രഹത്തിന്, നിന്റെ കബറിന് നീ സമയം കണ്ടെത്തണം. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ പിന്നെ വിലപിച്ചിട്ട് കാര്യമില്ല. ഒന്ന് നഷ്ടകാളിയാണ്. ദുനിയാവിന്റെ വിഷയത്തിൽ ബിസിയായിട്ട് എന്ന് പറയും. എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ ജാഹിലുകളാണ്, എല്ലാം അറിയും, ദീനറിയില്ല. എന്നാൽ വേറെന്തെങ്കിലും വിഷയത്തിൽ ജാഹില എന്ന് പറയോ, അത് പറയുകയും ചെയ്യില്ല. ഏറ്റവും അറിവുള്ള ആളാകണം. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇന്ന് ആൾക്കാർക്ക് ദീൻ പഠിക്കാൻ തീരെ താല്പര്യമില്ല. ഇന്നിവിടെ ഒരു ഡാൻസും പാട്ടൊക്കെ ആണെങ്കിൽ എത്ര ആളുണ്ടാവും? പള്ളി നിറച്ച ആളായിരിക്കും. പക്ഷെ ഇസ്ലാം മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ പഠിക്കുന്നതുകൊണ്ട് ആരും വരാതെ ആൾ കുറഞ്ഞു പോയത് അതുകൊണ്ടാണ്. ദീൻ പഠിക്കാൻ ആർക്കും താല്പര്യമില്ല. ഇതൊക്കെ ഖേദിക്കുന്ന രംഗമുണ്ട്. ദീന്റെ എന്ത് വിഷയം എടുത്താലും ഖേദിക്കുക ഖബർ മുതല. ദുനിയാവിൽ ദീന്റെ പേരിൽ ഖേദിക്കേണ്ടി വരില്ല. ദീൻ പഠിക്കാത്തതിന്റെ പേരിലോ അറിയാത്തതിന്റെ പേരിലോ ദുനിയാവിൽ ഖേദിക്കേണ്ടി വരില്ല. ദീൻ അറിയാത്തതിന്റെയും പഠിക്കാത്തതിന്റെയും പേരിൽ ഒരാളെ ഖേദിക്കുക അവന്റെ മരണം മുതലാണ്. അന്ന് പറയും എന്നൊന്ന് മടക്കിയെങ്കിൽ, എന്നൊന്നും വീണ്ടും ജീവിപ്പിച്ചെങ്കിൽ, അന്ന് വിലപിക്കുന്ന അവസ്ഥ ഉണ്ടാവും.
അതിൽ കാര്യം ഉണ്ടാവും ചെയ്യില്ല, അടക്കമുണ്ടാവില്ല. അതുകൊണ്ട് ദീൻ പഠിക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. ഇപ്പം ചില ആൾക്കാർ, ഇപ്പം പണ്ഡിതന്മാർ പറയുന്നത് കുബൂരികൾ, വിധൈകൾ, അവരൊക്കെ അറിവില്ലാത്തവർ എന്ന് പറഞ്ഞവരെ മാറ്റി നിർത്താൻ നമുക്ക് പറ്റുകയില്ല. പക്ഷെ പഠിക്കാൻ തയ്യാറാകുന്നില്ല അവർ. ഇമാം ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഒരു വിഷയത്തിൽ നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് വേറൊരാൾ വന്ന്, ഒരു പണ്ഡിതൻ വന്ന് പറയുന്നു, ആയത്തു ഹദീസൊക്കെ ഓതിയിട്ട് നിന്റെ അടുത്ത് തെറ്റുണ്ട്, ഇത് ഷിർക്കാണ്, ഇത് കുഫറാണ്, ഇത് ബിദ്അത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവൻക്ക് ശുബഹത്തുണ്ടായി, അവന്റെ മേൽ പഠിക്കൽ നിർബന്ധമായി. പിന്നെ അവൻ ജാഹിലെല്ലാം. ജാഹിലാകെ എപ്പോഴാണ്? അതിനെക്കുറിച്ച് അറിയേയില്ല, ഒരു കാര്യം ഇതാണെന്ന് വിചാരിച്ച് ചെയ്തു പോവാണ്, വേറൊരു വശമുണ്ട് എന്നറിയില്ല, ഇത് തെറ്റാണെന്നറിയില്ല, ഇതിന്റെ ആയത്തു ഹദീസ് എന്നറിയില്ല. എന്നാൽ ഒരു പണ്ഡിതൻ പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് പറയുന്നത് കൂടി അവന്റെ ജഹില് പോയി, അവന്റെ ശുബഹത്ത് വന്നു കഴിഞ്ഞു. ശുബഹത്ത് വന്നു കഴിഞ്ഞാൽ ഹക്ക് ഏതാന്ന് അന്വേഷിക്കൽ വാജിബായി. ഇന്ന് ആർക്കാണ് ഈ വിഷയങ്ങളിൽ ചർച്ചകൾ അറിയാത്തത്? എല്ലാവർക്കും അറിയാം, വിധേയകൾക്കറിയാം, ഷിർക്കിന്റെ അഹലുകാർക്കറിയാം. ഈ വിഷയത്തിൽ അഹ്ലുസുന്നക്കടയിലും അവർക്കിടയിലും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം ആയത്ത് വന്നു. അപ്പോൾ നിർബന്ധമായും പഠിക്കൽ അവന്റെ മേൽ ബാധ്യതയാണ് എന്ന്. അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. നമ്മുടെ ആഖിറാണ്, നമ്മുടെ ഖബറാണ് എന്ന ബോധത്തിൽ. ഇവിടെ ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി പറഞ്ഞ കുഫ്റാകുന്ന ഏറാൾ അത് പൂർണ്ണമായുമുള്ള പിന്തിരിയലാണ്, ദീനേ താല്പര്യമില്ലാത്ത പിന്തിരിയലാണ്. എന്നാൽ കുഫ്റല്ലാത്ത ഹറാമാകുന്ന അല്ലെങ്കിൽ നഷ്ടവാളിയായി പോകുന്ന പിന്തിരിയലുണ്ട്. ദീൻ പഠിക്കാൻ സമയം കണ്ടാത്ത, ദുനിയാവിന്റെ പിന്നാലെ പോകുന്ന ആൾക്കാർ, പണ്ഡിതന്മാരെ കണ്ടെത്താത്തവർ, ഇൽമിന്റെ സദസ്സുകൾ തേടിപ്പോകാത്തവർ, അവർ അവരുടെ ജീവിതത്തിലെ ലക്ഷ്യത്തിൽ വീഴ്ച വരുത്തിയവരാണ്. അതിന്റെ പരാജയം അവർ തന്നെ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു അഅലം. ഇവിടെ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ കുഫ്റുൽ ഇറാദിന് ദലീൽ കൊടുത്തത് എന്താണ്? വമൻ അദ്ലം മിമ്മൻ ദുക്കിറ ബി ആയാതി റബ്ബി, അല്ലേ? തന്റെ രക്ഷിതാവിന്റെ ആയാത്തുകൾ ഓതിക്കൊടുത്തിട്ടും അത് സ്വീകരിക്കാതെ പിന്തിരിഞ്ഞവർ. ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ, കുറ്റവാളികൾക്ക് മുഖം നോക്കാതെ പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യുമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ പഠിക്കാൻ സമയം കണ്ടെത്താൻ, ദീൻ പഠിക്കുന്ന വിഷയത്തിൽ സമയവും സമ്പത്തും ആരോഗ്യം ചെലവ് ചെയ്യാൻ എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകാൻ ഗ്രഹിക്കട്ടെ. ദീൻ പഠിക്കുക എന്നുള്ളതിനെ രസമായി, ആനന്ദമായി കാണാൻ, എൻ്റെ ആഖിറമാണെന്ന ബോധത്തിൽ, എൻ്റെ ഖബറിലെ പ്രകാശമാണെന്ന ബോധത്തിൽ അതിനു വേണ്ടിയിട്ട് ഇറങ്ങി വരാനുള്ള ആ മാനസിക താല്പര്യം അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടാക്കി തരട്ടെ.